അപ്പോൾ ഏർലി ഇന്റർവെൻഷൻ വളരെ പ്രധാനം. അപ്പോൾ അമൽ നമ്മൾ പോയത് അമൽ ഒരു വേർഡിനെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, സോഷ്യൽ ക്യാപിറ്റൽ. എന്താണ് അമലിൻ്റെ ഉപ്പ ചെയ്തതെന്ന് അമൽ പറഞ്ഞു. എന്നിട്ട് അതിലേക്ക് പിന്നെ എങ്ങനെയാണ് ആ സോഷ്യൽ ഒരു രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് അമലിൻ്റെ ഉപ്പയും ഉമ്മയൊക്കെ? അപ്പം അങ്ങനെ ഞാൻ പിന്നെ സ്കൂളിൽ എട്ടാം വയസ്സിൽ സ്കൂളിൽ ചേർത്തി. അങ്ങനെ പിന്നെ ക്യുസിങ്ങില് അന്ന് മലപ്പുറം ജില്ലാ രൂപീകരണത്തോടനുബന്ധിച്ചിട്ട് ക്യുസിങ്ങില് ഒരു ക്വിസ് മത്സരം നടക്കുകയാണ് സ്കൂൾ തലത്തിൽ. സ്കൂൾ തലത്തിൽ ക്വിസ് മത്സരം നടക്കുമ്പോൾ ടീച്ചർ ഹിന്ദി ടീച്ചർ എൻ്റെ അമലാക്കി മാറ്റിയ ടീച്ചറുണ്ട്, ഹിന്ദി ടീച്ചർ. ഞാൻ പറയാതിരിക്കാൻ വയ്യ, എന്നെ 1 മുതൽ 4 വരെ പൊന്നുപോലെ നോക്കി പുള്ളിക്കൽ സ്കൂളിൽ. അപ്പൊ ടീച്ചർ തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കുട്ടികളോട് ചോദിച്ചു. എന്നിട്ട് 1ാം ക്ലാസ്സിലെ കുട്ടികളല്ലേ, ടീച്ചറെ ഒരു പ്രത്യേകതയാണ്. 1ാം ക്ലാസ് കുട്ടികൾക്ക് അങ്ങനെ ക്യൂസ് മത്സരത്തിന് ക്വസ്റ്റ്യൻസ് ആരും പറഞ്ഞു കൊടുക്കാൻ ആവശ്യമില്ല. പക്ഷെ ടീച്ചർ ഇന്ന് മലപ്പുറം ജില്ല രൂപീകരിച്ച 1969 രൂപീകരിച്ചത്, പിന്നെ എല്ലാ ഡീറ്റെയിലും വെറുതെ പറഞ്ഞു. ആ വെറുതെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഞാൻ സ്ട്രൈക്ക് ചെയ്ത് ടീച്ചർ ഉച്ചയ്ക്ക് ശേഷം സ്കൂൾ ക്ലാസ്സിൽ വന്നിട്ട് ചോദിച്ചു അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആരെങ്കിലും ഓർമ്മ ഉണ്ടോ? ഫുൾ ആൻസർ ആരും ഒന്നും വിട്ടില്ലേ, ഞാൻ മാത്രം ആൻസർ പറഞ്ഞു, ഫുൾ ആൻസർ. അപ്പൊ ടീച്ചറാണ് തിരിച്ചറിയണത്. അവിടെയാണ് അതിന്റെ പ്രത്യേകത. നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ കാരണം, ഞാൻ എവിടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ സപ്പോർട്ട് ചെയ്യാൻ കാരണം അവിടെ 2 അമല് പിന്നെ പൊതുവിദ്യാലയങ്ങളിൽ മാത്രമേ അമല് പഠിച്ചിട്ടുള്ളൂ. അതിന്റെ കാരണം സ്പെഷ്യൽ സ്കൂളിൽ പോയിട്ടില്ല. അതിന്റെ കാരണം അതാണ്. അതായത് ഒന്ന് അവിടുന്ന് കൃത്യമായിട്ടൊരു അക്കാദമിക്സ് കിട്ടും, 2 അവിടെ നേരത്തെ പറഞ്ഞ സോഷ്യൽ ക്യാപിറ്റൽ കിട്ടും, പിന്നെ പൊതുസമൂഹത്തിന്റെ ഭാഗമായി മാറും. അല്ലെങ്കിൽ ഐസൊലേറ്റഡ് അല്ലേ, ഒറ്റപ്പെട്ടു. അപ്പൊ അമല് അതിൽ ടീച്ചർ ഏറ്റവും പ്രധാനം ഇപ്പൊ ഇവർക്ക് സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ സോഷ്യലൈസേഷൻ ആണ് ഒന്നാമത്തെ. കാരണം അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ അത് മറ്റേ സബ്ജക്ട് തന്നെ ഫിനിഷ് ചെയ്യാം നമുക്ക്. അപ്പൊ ടീച്ചർ എന്ത് ചെയ്തു വെച്ചാൽ, ടീച്ചർ അത്ഭുതപ്പെട്ടു. ടീച്ചർ പറഞ്ഞ് എന്റെ ക്ലാസ്സിലെ ഒരു കുട്ടി മത്സരിക്കാണ്ടായിരുന്നു. അപ്പൊ ബാക്കി ടീച്ചേഴ്സ് ഒക്കത്തെട്ടി കൊണ്ടുപോയി അവിടെ കൊണ്ടേ ഇരുത്തണം. വേറൊരാൾ എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ലല്ലോ. അന്ന് സൈഫുദ്ദീൻ മാഷാണ് അന്ന് പിന്നെ അപ്പോ അതിലും പ്രൈസ് അടിച്ചു. അതിൽ ജില്ലയിലൊക്കെ പങ്കെടുത്തില്ല, അതിൽ ഫസ്റ്റ് അടിച്ചു. അപ്പൊ അത് കഴിഞ്ഞപ്പോ പിന്നെ സ്കൂളിൽ എന്ത് ക്യൂസ് ഉണ്ടെങ്കിൽ അവനാണ് അത് ആ ഒരു ടാലന്റ് ആദ്യം തിരിച്ചറിയാന്നുള്ള. അതാണ് അവിടെ അന്ന് അന്ന് അങ്ങനെ ഒരു സംഗതി കൊടുത്ത് ആ ടീച്ചർ അത് ചോദിച്ചിട്ടില്ലായിരുന്നു, ആ സ്കൂളിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. ഓക്കെ, വേറെ ഒരു സ്പെഷ്യൽ സ്കൂളിൽ ഇത്തരം ഒരു അക്കാദമിക്സ് ഒന്നുമില്ല. അപ്പോ സ്വാഭാവികമായിട്ടും അവിടെ എത്തുക എന്നുള്ളതാണ്, എന്തെങ്കിലും കിട്ടും. മറ്റേ നമ്മൾ പൂർണ്ണമായി തള്ളി പറയല്ല. അല്ല മറ്റേ അവിടെ ഈ സംഗതി നടക്കൂലല്ലോ. അവന്റെ ടാലന്റ് മറ്റ് പ്രതിഭാ മേഖല കണ്ടെത്തുന്നില്ലല്ലോ. ഇല്ല, ടാലന്റ് എന്താ തിരിച്ചറിയപ്പെടാനുള്ള ഒരു സംഗതി ഇല്ലല്ലോ. ഇവർക്കൊരു മറ്റേ എന്താ പറയാ, ഇവർക്ക് റോൾ മോഡലുകൾ ഉണ്ടാവില്ലല്ലോ. അവരെക്കാളും പ്രയാസപ്പെടുന്നവനെ ആ ഒരു സോഷ്യലൈസേഷൻ മാത്രമേ കിട്ടുള്ളൂ. മാത്രമല്ല ഇവിടെ സോഷ്യൽ ക്യാപിറ്റൽ എന്നുള്ള വേർഡ് ചില ആളുകൾക്ക് മനസ്സിലാവാത്തതിന് ഞാനൊരു ക്ലാരിഫിക്കേഷൻ തരാം. സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങളെ നാട്ടില് ഒരു ഭിന്നശേഷിക്കാരിയായ കുട്ടി അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരനായിട്ടുള്ള കുട്ടി, അവിടെ ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര പേരുണ്ട്? ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്യുന്ന അറിയുന്ന എത്ര പേരുണ്ട്? ആ കുട്ടീൻ്റെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് പിന്നെ എന്താ പറയാ, ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എങ്ങനെ ഒരു മാറ്റം വരുത്താം, എന്നിട്ട് ആ കുട്ടീനെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എൻ്റർ ചെയ്യുക. ഹൗ ടു എൻ്റർ ദ ചിൽഡ്രൻ അല്ലെങ്കിൽ ദ ചൈൽഡ് ഇൻ ദി സൊസൈറ്റി എന്നുള്ള ഒറ്റ വേർഡാണ്. ഈ ഒരു സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സോഷ്യൽ ക്യാപിറ്റൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളെ മക്കള് നിരാശ അനുഭവിക്കുന്നത്, അരക്ഷിതാവസ്ഥ നേരിടുന്നത്. ഒക്കെ ഇതിന്റെ ബേസാണ്.